രണ്ടാമത്തെ ഭാഗമാണ് ഫീഡ്ബാക്ക്. അപ്പം ആദ്യത്തെ ഭാഗമാണ് ഫോളോ അപ്പ്, രണ്ടാമത്തെ ഭാഗമാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്കിനെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഫോർമേഷൻ യാത്ര ചെയ്തവരാണ്, എല്ലാ സെഷൻ കൂടുമ്പോഴും നമ്മളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെ യാന്ത്രികമായിട്ടായിരിക്കാം ഒരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഫീഡ്ബാക്ക് ഇത്ര ഇമ്പോർട്ടൻറ്റ്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമയം മാറ്റിവെച്ച്, ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ സമയം മാറ്റിവെച്ച് ആണ് ഈ യാത്ര ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾ കാണാത്ത ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ റിഫ്ലക്ഷൻ എഴുതിയവർ, ഇതിൻ്റെ സോഫ്റ്റ്വെയർ കോഡ് ചെയ്തവർ, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്തവർ, ആയിരങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ യാത്ര ഫലദായകമാകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. കാരണം കർത്താവ് നമ്മളെ വിളിച്ചത് നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാനാണല്ലോ. ഇതിന് നമ്മളെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സുതാര്യമായ സത്യസന്ധമായ ഫീഡ്ബാക്ക്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ കുറച്ചുകൂടെ നന്നാക്കണമെന്ന് നിങ്ങളുടെ ആ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ വാങ്ങിക്കുകയും വേണ്ട മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ തയ്യാറാകുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഫോർമേഷൻ ടീമിന് നമുക്ക് ശരിക്കും കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടിയെങ്കിലേ നമുക്കിതിനെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ ഷാർപ്പനാക്കാൻ, കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് ഫോർമേഷൻ ടീമിന് സാധിക്കണമെങ്കിൽ നമുക്കൊരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വേണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഫീഡ്ബാക്ക് അത്ര എളുപ്പമല്ല, നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ട്രീറ്റ് നടന്നപ്പം ഒരാൾ ചുമ്മാ പറയുകയായിരുന്നു, ആ വ്യക്തി ആരാണെന്ന് അറിയത്തില്ല, ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ഒരാളെടുത്ത സെഷനെക്കുറിച്ച് ഒരു തുറന്ന ഒരു ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് ആ വ്യക്തി ഫോർമേഷൻ യാത്ര നിർത്തി. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അത് വീണ്ടും തിരിച്ചു വരുന്നത്. നമ്മൾ ചില ആൾക്കാർ എളുപ്പത്തിൽ മുറിവേൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു ഫ്രാങ്ക് ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് നമ്മൾ പറയാത്തത്. പക്ഷേ അങ്ങനെ പറയാതിരുന്നാൽ നമ്മളുടെ ഒരു ഫോർമേഷൻ അത് ശരിക്കും അത് സ്റ്റാൻഡേർഡ് ആകും. അതുകൊണ്ട് പ്രത്യേകിച്ച് മെൻറ്റർമാരെന്ന നിലയിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന്, നിങ്ങളുടെ മെൻറ്റികളിൽ നിന്ന്, പ്രത്യേകിച്ച് മറ്റ് മെൻറ്റർമാരിൽ നിന്നൊരു ഫ്രാങ്ക് ഫീഡ്ബാക്കിൽ നിങ്ങളെ തന്നെ ഒരുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മെൻറ്റിമാരെ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക്, സെല്ലംഗങ്ങൾ പരസ്പരം കൊടുക്കുന്ന ഫീഡ്ബാക്ക് ഒരു ഹെൽത്തിയായ രീതിയിൽ, ഒരു ആരോഗ്യകരമായ രീതിയിൽ സ്വീകരിക്കാനായിട്ടുള്ളൊരു മനോഭാവം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ സംജാതമാക്കേണ്ടി വരും. നമ്മൾ ഈ ഫോർമേഷൻ, ഈ മെൻറ്റർ ഫേസിൽ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് ഇവയൊക്കെയാണ്. ഒന്ന്, മെൻറ്ററിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പം ഈ മെൻറ്റീസാണ് അതിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള മെൻറ്ററെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളല്ല നിങ്ങളുടെ മെൻറ്റിയെ തിരഞ്ഞെടുക്കുന്നത്, അവർ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ നിങ്ങളെ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം, അവർക്ക് നിങ്ങളെ അറിയില്ലായിരിക്കാം, നിങ്ങളുടെ പേര് കണ്ടിട്ട് ഓക്കെ എന്നാൽ കുഴപ്പമില്ല എടുക്കാമെന്ന് പറഞ്ഞ് എടുക്കുന്നതായിരിക്കാം. അപ്പം നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഒരു ഇവാലുവേഷൻ തരും, അവരെക്കുറിച്ചുള്ള ഒരു ബേസിക് ഐഡിയ. നിങ്ങൾക്ക് അവരെക്കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ഫോം അവർ തരും. രണ്ടാമത്തെ കാര്യം, ഈ സെല്ല് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓരോ മെൻറ്റിയും സെല്ല് തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ മാസം കഴിയുമ്പോൾ ഒന്ന് തരും. അത് കഴിഞ്ഞ് 3 മാസം കൂടുമ്പം അവർ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരെങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, അവർ കടന്നു പോകുന്ന ഡിസിപ്ലിൻസ് ആയിരിക്കാം, ജീസസ് യൂത്ത് ജീവിതശൈലി എങ്ങനെയായിരിക്കാം അവർ പാലിക്കാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ഫ്രാങ്ക് ഫീഡ്ബാക്ക് അവർ നിങ്ങൾക്ക് തരും. ഓക്കെ, രണ്ടാമത്തെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പിയർ ഇവാലുവേഷനാണ്. സെല്ലിനകത്ത് 5 പേരുണ്ടെന്ന് വെച്ചോ. ഇപ്പം എൻ്റെ കൂടെ ഞാൻ ഒരു സെലംഗമാണ്, എൻ്റെ കൂടെ 4 പേരുണ്ടെങ്കിലും ഞാൻ ഈ 4 പേരെക്കുറിച്ചുമുള്ള ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് മെൻറ്റർക്ക് തരും. ഓരോ വ്യക്തിയും എങ്ങനെയാണ്, കാരണം നിങ്ങൾ കാണാത്ത പല കാഴ്ചകൾ അവർ പരസ്പരം കാണുന്നുണ്ട്. ഈ ഫീഡ്ബാക്ക് അപ്പം ഓരോ യാത്ര ചെയ്യുന്ന ഓരോ സെല്ലംഗവും മറ്റൊരു സെല്ലംഗത്തിനെക്കുറിച്ച് പരസ്പരമല്ല അവരാർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്, മെൻറ്റർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്കതത്ര ഉൾക്കൊള്ളാനാകുമെന്ന് അറിയത്തില്ല, നിങ്ങളെക്കുറിച്ചും അവരെന്ത് ചെയ്യും, അവർ ഫീഡ്ബാക്ക് തരും. ഓരോരുത്തരും ഒരു ഫീഡ്ബാക്ക് തരും. നിങ്ങൾ അവരുമായിട്ടുള്ള ഒരു യാത്രയിൽ എങ്ങനെയാണ് ശരിക്കും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ, നിങ്ങൾ പറയുന്ന സജഷൻസ് അവർക്ക് സ്വീകാര്യമാകുന്നുണ്ടോ, നിങ്ങൾക്ക് അവൈലബിൾ ആണോ, അത് ഭയങ്കര തിരക്കാണോ മുതലായി അവർക്ക് നിങ്ങൾക്കുള്ള പോസിറ്റീവ്സ് ആയിരിക്കാം. അവർ കാണുന്ന പോസിറ്റീവ്സ്, അവർ കാണുന്ന പരിമിതികൾ ഒക്കെ അവർ കൺവേ ചെയ്യും. അത് തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനാണ്, കുറച്ചും കൂടെ നല്ലൊരു മെൻറ്റർ ആയിട്ട് നിങ്ങളെ രൂപപ്പെടുത്താനായിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മെൻറ്റർ എന്ന നിലയിൽ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ഒരു ഇവാലുവേഷൻ കൊടുക്കും. നിങ്ങളൊരു ഇൻഡിവിജ്വൽസിനെ കുറിച്ചല്ല നമ്മൾ കൊടുക്കുന്നത്, ബേസിക്കലി നിങ്ങൾ ആ സെല്ലിനെ കുറിച്ചാണ്. സെല്ലിൻ്റെ വളർച്ച എങ്ങനെയാണ്, സെല്ല് കാര്യമായിട്ട് പോകുന്നുണ്ടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പേർപ്പസിലേക്ക് വരുന്നുണ്ടോ തുടങ്ങി സെല്ലിനെ കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം മെൻറ്ററെക്കുറിച്ച് മെൻറ്റീസ് നൽകുന്ന ഫീഡ്ബാക്ക് അത് നാഷണൽ ഫോർമേഷൻ ടീമിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ സെല്ലിനെക്കുറിച്ച് നടക്കുന്ന ഫോർമേഷൻസും അത് സെല്ലങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ആർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഹയർ ടീമിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും അത് മെൻറ്ററെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. കൂടുതൽ ഫലദായകത്തോടുകൂടി മെൻറ്റീസിനോട് യാത്ര ചെയ്യാനായിട്ടുള്ളതാണ്. 2, അത് ശരിക്കും മെൻറ്റീസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. എങ്ങനെയാണ് അവരുടെ ഒരു യാത്ര പോകുന്നത്, നമ്മുടെ ഈ ഫോർമേഷൻ സെൽ ജേർണി എങ്ങനെ പോകുന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഫോർമേഷൻ ടീമുകൾക്ക് കിട്ടാനാണ് നമ്മൾ അങ്ങനെ ഒരു സത്യസന്ധമായ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണം. നമ്മളുടെ ജീവിതത്തിൽ അനേകം തിരക്കുണ്ട്. നമുക്ക് കുടുംബത്തിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തമുണ്ട്, മറ്റ് മിനിസ്ട്രികളുണ്ട്, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിനിടയിലെല്ലാം നിങ്ങൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നത് ശരിക്കും ശ്ലാഘനീയമാണ്. തീർച്ചയായിട്ടും ചാലഞ്ചസ് വരാം. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപക്ഷെ നിങ്ങളൊരു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്ലേശമേറിയ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കാം, പക്ഷെ നിങ്ങളെ ശ്രവിക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴായിരിക്കാം നിങ്ങൾ വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യാനും വേറൊരാളുടെ കൂടെ നടക്കാനും വിളിക്കപ്പെടുന്നത്. ഇതൊരു മെൻറ്ററിൻ്റെ ഒരു വിശദീകരണ ഒരു യാത്രയാണ്. എനിക്ക് എൻ്റെ ഉള്ളിൽ കേഴുന്ന ചില കാര്യങ്ങൾ കിട്ടാത്തപ്പോഴും അത് കൊടുക്കാൻ തമ്പുരാൻ നമ്മളെ വിളിക്കുമ്പം തമ്പുരാൻ്റെ കൃപയിലേക്ക് നോക്കാനായിട്ട്. ഇവിടെയാണ് പലപ്പോഴും നമ്മളൊരു നെഗറ്റീവ്, ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്ത് ശരിയാകില്ല എന്നുള്ള പല നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ ചില ആൾക്കാർ അവരെക്കുറിച്ച് ഭയങ്കര ഓവർ എസ്റ്റിമേറ്റ് ആയിട്ട് ഞാൻ ഭംഗിയായിട്ടാണ് ചെയ്തത്, അവർ ശരിയല്ല മുതലായ പല നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്കെല്ലാം പോകാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. കാരണം ഇതൊരു ആത്മീയ സമരമാണ്. നമ്മൾ പോരാടുന്നത് മാംസരക്തങ്ങൾക്കെതിരെയല്ലല്ലോ. അപ്പം തിന്മയ്ക്കെതിരെ പോരാടുമ്പോൾ തീർച്ചയായിട്ടും ഈ യാത്ര മുടക്കാൻ പല രീതിയിൽ ശ്രമിക്കും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനാപൂർവ്വം ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ആത്മാക്കൾക്ക് നിങ്ങളെ ഭരമേൽപ്പിച്ച ഓരോ ആത്മാവിനും കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി ഇവരോടൊപ്പം യാത്ര ചെയ്തെങ്കിൽ ശരിക്കും ഞാൻ വിശ്വസിക്കുന്നു നല്ല ഒരു ക്രിസ്തു ചൈതന്യത്തിൽ ഒരു സുവിശേഷാത്മകമായൊരു ജീവിതത്തിൽ വളരാൻ മണക്കൂറുള്ളൊരു മണ്ണാണ് മെൻറ്റർ സെല്ല്. അതിൻ്റെ കാര്യസ്ഥന നിലയ്ക്ക് തമ്പുരാനോട് ചേർന്നുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ സെല്ല് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക, ഒരു കടുകുമണി പോലെ അത് വളർന്ന് പന്തലായി. നിങ്ങൾ മെൻറ്റർ ചെയ്യുന്ന പല ആൾക്കാർ നാളെ മെൻറ്റർമാരായി അങ്ങനെ അനേകായിരം പക്ഷികൾക്ക് ചേക്കാറാൻ പറ്റുന്ന അനേകം തണൽ മരങ്ങളായി തീരാനുള്ള സാധ്യത കണ്ടുകൊണ്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവുകളും ദൈവാത്മാവിന് ഭരമേൽപ്പിക്കുമ്പോൾ തമ്പുരാൻ നിങ്ങളെ എടുത്ത് സമർത്ഥമായി ഉപയോഗിക്കും. പക്ഷെ അതിന് വേണ്ട ഒരുക്കങ്ങൾ, ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരുക്കങ്ങൾ, ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചെയ്യാം. ഏറ്റവും ഫലദായകമാകട്ടെ ഈ ഒരു യാത്ര. ഇത് നമുക്ക് മറിയത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.